മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 86-ാമത്തെ ദശകത്തിൽ 5-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: യുദ്ധോദ്യോഗേധ മന്ത്രേ മിളതി സതി വൃതഫൽഗുനേന ത്വമേക കൗരവ്യേ ദത്തസൈന്യ കരിപുരമഗമോ ദൗത്യകൃത് പാണ്ഡവാർത്ഥം ഭീഷ്മദ്രോണാദിമാന്യേ തവ ഖലു വചനേധികൃതേ കൗരവേണ വ്യാവൃണ്വൻ വിശ്വരൂപം മുനിസദസി പുരീം ക്ഷോഭയിത്വാഗതോ ഭൂവോ. ഇനി ഭാരതയുദ്ധത്തിൻ്റെ ഒന്നും കൂടി അപ്പുറത്തേക്ക് ഒരു കാരണം ആയിട്ടുള്ള ചൂതുകളിയെ പറ്റിയിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വനവാസത്തിൽ ഉള്ളതായിട്ടുള്ള സമയത്ത്, പാണ്ഡവന്മാരുടെ വനവാസ സമയത്ത് ഭഗവാൻ പാഞ്ചാലിയുടെ വിളി കേട്ട് അവരെ രക്ഷിക്കാനായിട്ട് ചെന്നത് പറഞ്ഞു. വസ്ത്രാക്ഷേപത്തിൽ ഭഗവാൻ രക്ഷിച്ചത് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞു, വനവാസം കഴിഞ്ഞു, അജ്ഞാതവാസം കഴിഞ്ഞു, യുദ്ധം തുടങ്ങാനുള്ളതായിട്ടുള്ള സമയമായി. അതിൻ്റെ ഇടയിലുള്ളതൊന്നും വിവരിക്കണില്ല. അവിടെ ഒന്നും ഭഗവാന് വലിയ പങ്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് അതിനെ പറ്റിയിട്ടൊന്നും വിവരിക്കണില്ല. അനന്തരം യുദ്ധോദ്യോഗേ മന്ത്രേ മിളതി. യുദ്ധോദ്യോഗം, യുദ്ധത്തിനുള്ളതായിട്ടുള്ള പുറപ്പാടായി. യുദ്ധമുണ്ട് എന്നുള്ളത് തീർച്ചയായി. രണ്ടു കൂട്ടരും യുദ്ധം ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് അതിനുള്ളതായിട്ടുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രേ മിളതി. മന്ത്രം എന്ന് വെച്ചാൽ അവിടെ മന്ത്രാലോചന, കാര്യാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും അവരവരുടെ സഹായത്തിനുള്ളതായിട്ടുള്ള ആളുകളെയൊക്കെ കൂട്ടും യുദ്ധത്തിന്. മറ്റ് രാജാക്കന്മാരെ തങ്ങളെ സഹായിക്കാൻ ആരൊക്കെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരെയൊക്കെ തങ്ങളുടെ പക്ഷത്ത് ചേർക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെയുള്ളതായിട്ടുള്ള സമയം ആ മന്ത്രേ മിളതി, ആ മന്ത്രം നടന്നുകൊണ്ടിരിക്കേ, അതിനുള്ളതായിട്ടുള്ള കാര്യാലോചനകൾ നടന്നുകൊണ്ടിരിക്കേ. യുദ്ധോദ്യോഗേ യുദ്ധോദ്യോഗേ, യുദ്ധത്തിനുള്ളതായിട്ടുള്ള ഉദ്യോഗം ഉണ്ടായപ്പോൾ അതിനുള്ളതായിട്ടുള്ള ആ മന്ത്രങ്ങളൊക്കെ ആലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കേ. സതി മിളതി സതി വൃത ഫൽഗുനേന ത്വമേക. ഫൽഗുനേന അർജുനനാൽ ത്വം ഏക വൃത, അങ്ങ് ഒരുവൻ മാത്രം അവരുടെ പക്ഷത്തിലേക്ക് വരിച്ചു എന്നാണ് കഥ പറയണത്. ഭാരതത്തിൽ കഥ പറയണത് അങ്ങനെയൊക്കെയാണ്. ദുര്യോധനനും അർജുനനും ഒരേ സമയത്താണ് അവിടെ ചെന്നത് എന്നും, അപ്പോൾ രണ്ടുപേരെയും ഒരുപോലെ കണക്കാക്കേണ്ടത് കൊണ്ട് ആദ്യം ചെറിയ ആളായിട്ടുള്ളതായിട്ടുള്ള അർജുനൻ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പറയട്ടെ, അത് കഴിഞ്ഞിട്ട് ദുര്യോധനാവാം എന്നും പറയുന്നു. അപ്പോൾ അർജുനൻ ഭഗവാനെ മാത്രം മതി എന്ന് പറഞ്ഞു. അതായത് ഒന്നുകിൽ ഭഗവാൻ ഒറ്റയ്ക്ക് വരാം, അതല്ലെങ്കിൽ സൈന്യങ്ങളെ മുഴുവൻ, യാദവ സൈന്യം വെച്ചാൽ അതിവിപുലമായിട്ടുള്ള സൈന്യമാണ്, ആ സൈന്യത്തെ മുഴുവൻ പറഞ്ഞയക്കാം, ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ആയിക്കോളാൻ പറഞ്ഞു. അർജുനൻ ഭഗവാൻ മാത്രം മതി എന്ന് പറഞ്ഞു. വൃതഃ ഫൽഗുനേന ത്വം ഏകഃ. ത്വം ഏകഃ ഫൽഗുനേന വൃതഃ. ഫൽഗുനേന അർജുനനാൽ അങ്ങ് ഒരുവൻ മാത്രം, കേവലം അങ്ങ് മാത്രമായിട്ട് വരിക്കപ്പെട്ടു. അതായത് തങ്ങളുടെ പക്ഷത്ത് ഭഗവാൻ മാത്രം മതി എന്ന് അർജുനൻ പറഞ്ഞു. കൗരവ്യേ ദത്തസൈന്യ. അപ്പോൾ ആ സൈന്യം മുഴുവനെ മറ്റേ പക്ഷത്ത് ഒരാൾക്ക് ഭഗവാൻ ഒറ്റയ്ക്ക്, മറ്റേ ആൾക്ക് സൈന്യം മുഴുവൻ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കണത്. അപ്പോൾ ദുര്യോധനന് കൗരവ്യൻ, കൗരവ പക്ഷത്തിലുള്ളതായ കുരുവംശത്തിലുള്ളതായിട്ടുള്ള ദുര്യോധനൻ, ആ ദുര്യോധനന് സൈന്യത്തെ മുഴുവൻ കൊടുത്തു എന്നാണ്. സൈന്യം മുഴുവൻ ദുര്യോധനൻ്റെ പക്ഷത്തിലും ഭഗവാൻ മാത്രം പാണ്ഡവപക്ഷത്തിലും. അങ്ങനെ കൗരവ്യേ ദത്തസൈന്യ, കൗരവ്യനായിക്കൊണ്ട്, കുരുവംശത്തിലുള്ളതായിട്ടുള്ള ദുര്യോധനെയാണ് അവിടെ പറയണത്. ആ കൗരവ്യനായിക്കൊണ്ട് സൈന്യത്തെ മുഴുവൻ നൽകിയതായിട്ട് കൗരവ്യേ ദത്തസൈന്യ കരിപുരം അഗമഃ ദൗത്യകൃത് പാണ്ഡവാർത്ഥം. അപ്പം അങ്ങനെ ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെന്നു. ഭഗവാൻ അർജുനനോടൊപ്പം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചേർന്നു. സൈന്യത്തിനെയൊക്കെ ദുര്യോധനൻ്റെ ഒപ്പം പറഞ്ഞയക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്നപ്പോൾ ദൗത്യകൃത് പാണ്ഡവാർത്ഥം കരിപുരമഗമഃ, കരിപുരത്തിലേക്ക് അഗമഃ അങ്ങ് പോയി. മധ്യമപുരുഷനാണ്. അഗമത് അഗമതാം അഗമൻ
അഗമഹ, മധ്യമപുരുഷൻ ഏകവചനാണ്. അങ്ങ് കരിനഗരത്തിലേക്ക് പോയി. കരിനഗരം എന്ന് വെച്ചാൽ, കരി എന്ന് വെച്ചാൽ ആന എന്നർത്ഥമുണ്ട്. ഹസ്തി എന്നുള്ളതിനും ആന എന്നർത്ഥമുണ്ട്. അപ്പോൾ ആ ഹസ്തിനാപുരത്തിന് കരിനഗരം എന്നും പേരുണ്ട്. അപ്പം അങ്ങനെ കരിനഗരം അഗമഹ, കരിനഗരത്തിലേക്ക് അങ്ങ് പോയി. എന്തിനു വേണ്ടിയിട്ടാണ് ഹസ്തിനാപുരത്തേക്ക് പോയി? എന്തിനു വേണ്ടി? ദൂത്യകൃത് പാണ്ഡവാർത്ഥം. പാണ്ഡവാർത്ഥം ദൂത്യകൃത്, പാണ്ഡവന്മാർക്ക് വേണ്ടി ദൂത് പറയാൻ വേണ്ടിയിട്ട്. ദൂത്യകൃത്, ദൂത്യം വഹിക്കുന്നവനായിട്ട്, ചെയ്യുന്നവനായിട്ട്. ദൂത്യം എന്ന് വെച്ചാൽ ദൂതൻ്റെ ഭാവം. ദൂതനായിട്ട്, പാണ്ഡവന്മാരുടെ ദൂതനായിട്ട് കരിനഗരത്തിലേക്ക്, ഹസ്തിനാപുരത്തിലേക്ക് പോയി ഭഗവാൻ എന്നാണ്. യുധിഷ്ഠിരൻ അവസാനത്തെ ഒരു ശ്രമം കൂടി നടത്തണം, യുദ്ധം ഒഴിവാക്കാൻ എന്ന് വിചാരിച്ച് ഭഗവാനെ തന്നെ അതിനെ നിയോഗിച്ചു. അപ്പം അങ്ങനെ ആ യുധിഷ്ഠിരൻ്റെ ആഗ്രഹപ്രകാരം പാണ്ഡവന്മാർക്ക് വേണ്ടി ദൂത്യകൃത്തായിട്ട്, ദൂത്യം വഹിക്കുന്നവനായിട്ട്, ദൂത്യം ചെയ്യുന്നവനായിട്ട്, ദൂതനായിട്ട് അങ്ങ് ഹസ്തിനാപുരത്തേക്ക് പോയി. കരിപുരം അഗമഹ, കരിനഗരത്തിലേക്ക് പോയി. എന്തിനു വേണ്ടി? ദൂത്യകൃത്, ദൂത്യത്തെ ചെയ്യുന്നവനായിട്ട്, ദൗത്യം വഹിക്കുന്നവനായിട്ട് അങ്ങ് ഹസ്തിനാപുരത്തിലേക്ക് പോയി. പാണ്ഡവാർത്ഥം ആർക്ക് വേണ്ടിയിട്ടാണ്? പാണ്ഡവന്മാർക്ക് വേണ്ടി, യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി, പാണ്ഡവന്മാർക്ക് വേണ്ടി ദൂതനായിട്ട് അങ്ങ് ഹസ്തിനാപുരത്തേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഭീഷ്മ ദ്രോണാദി മാന്യേ, ഭീഷ്മൻ, ദ്രോണർ തുടങ്ങിയതായിട്ടുള്ള ശ്രേഷ്ഠന്മാരായ ആളുകളുണ്ട്, മഹർഷിമാരും ഒക്കെ ഉണ്ട് അവിടെ. അവർക്കൊക്കെ മാന്യമായിരുന്നു ഭഗവാന്റെ വാക്കുകൾ. മാന്യേ തവ ഖലു വചനേ, തവ വചനേ, അങ്ങയുടെ വാക്ക്, അങ്ങ് ആ ദൂതനായിട്ട് ചെന്ന് പറഞ്ഞതായിട്ടുള്ള വാക്ക് ഭീഷ്മരും ദ്രോണരും ബാക്കിയുള്ളതായിട്ടുള്ള ആളുകളൊക്കെ അംഗീകരിച്ചു. വളരെ ആളുകളുണ്ടായിരുന്നു അവിടെ സദസ്സിൽ. അവരൊക്കെ അങ്ങയുടെ ആ വാക്ക്, യുധിഷ്ഠിരൻ പറഞ്ഞയച്ചതായിട്ടുള്ള ആ വാക്ക് അവർക്കൊക്കെ മാന്യമായിട്ട് തോന്നി, അത് ബഹുമാനിക്കത്തക്കതായിട്ട് തോന്നി. ഭീഷ്മദ്രോണാദി മാന്യേ തവ ഖലു വചനേ ധികൃതേ കൗരവേണ, അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയുടെ വാക്കിനെ ധികൃതമായി അതിനെ നിരാകരിച്ചു, അതിനെ തള്ളിക്കളഞ്ഞു. ആര്? കൗരവേണ, ദുര്യോധനൻ അതിനെ സ്വീകരിച്ചില്ല. ബാക്കിയുള്ളവരൊക്കെ സ്വീകരിച്ചു എന്ന് വെച്ചാലും ദുര്യോധനൻ അത് കൂട്ടാക്കിയില്ല. അങ്ങനെ ദുര്യോധനനാൽ ധികൃതമായപ്പോൾ, തിരസ്കരിക്കപ്പെട്ടപ്പോൾ, ധികൃതേ കൗരവേണ വ്യാവൃണ്വൻ വിശ്വരൂപം, വിശ്വരൂപം വ്യാവൃണ്വൻ, ആ വിശ്വരൂപത്തെ, ഭഗവാന്റെ ആ വിശ്വരൂപത്തെ, ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള ആ വിരാട് രൂപത്തെ അങ്ങ് കാണിച്ചു കൊടുത്തു. വ്യാവൃണ്വൻ വിശ്വരൂപം, സാക്ഷാൽ വിശ്വരൂപത്തെ തന്നെ കാണിച്ചു കൊടുത്തിട്ട്, വ്യാവൃണ്വൻ വിവരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിച്ചിട്ട് എന്നർത്ഥം. വ്യാവൃണ്വൻ വിശ്വരൂപം, വിശ്വരൂപത്തെ വിവരിച്ചിട്ട്, വിശ്വരൂപത്തെ പ്രകാശിപ്പിച്ചിട്ട്. വ്യാവൃണ്വൻ വിശ്വരൂപം മുനിസദസി, മുനിസദസി എന്ന് വെച്ചാൽ മഹർഷിമാരുടെ സദസ്സ് എന്നല്ല, മഹർഷിമാർ ധാരാളം ഉണ്ടായിരുന്നതായിട്ടുള്ള ആ സദസ്സിൽ, മുനിസദസി, മഹർഷിമാരുള്ളതായിട്ടുള്ള ആ മഹർഷിമാരും ഒക്കെ ഉണ്ടായിരുന്നു ആ സദസ്സിൽ. തൻ്റെ ആ വിശ്വരൂപം അങ്ങോട്ട് പ്രദർശിപ്പിച്ചു. എന്നിട്ട് മുനിസദസി പുരീം ക്ഷോഭയിത്വാ ആഗതഃ അഭൂഹു, പുരീം ക്ഷോഭയിത്വാ, ഹസ്തിനപുരത്തെ തന്നെ ക്ഷോഭിപ്പിച്ചിട്ട്, അതായത് അവർക്കൊക്കെ പരിഭ്രമവും ഭയവും ഒക്കെ ഉണ്ടായി. ആ വിശ്വരൂപം കണ്ടപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു എന്നാണ്. അങ്ങനെ എല്ലാവരെയും ഭയപ്പെടുത്തിയിട്ട് ആ പുരിയെ തന്നെ ഭയപ്പെടുത്തിക്കൊണ്ട് പുരീം ക്ഷോഭയിത്വാ ആഗതഃ അഭൂഹു, ആഗതനായി ഭവിച്ചു, തിരിച്ചു വന്നു. ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു വന്നു. ഇന്ദ്രപ്രസ്ഥത്തിലേക്കല്ല, അവിടെ ദ്രുപദരാജാവിൻ്റെ അവിടെ ചെന്നിട്ടാണ് അവിടുന്നാണ് ഇതായിട്ട് പോയിട്ടുള്ളത്, ദൂതായിട്ട് പോയിട്ടുള്ളത്. പുരീം ക്ഷോഭയിത്വാ ആഗതഃ അഭൂഹു, ആഗതനായി തീർന്നു, തിരിച്ച് വന്നു എന്നാണ്. അഥ യുദ്ധോദ്യോഗേ മന്ത്രേ മിളതി, അഥ അനന്തരം യുദ്ധോദ്യോഗ ആയിട്ടുള്ളതായിട്ടുള്ള കാര്യാലോചനകൾ, യുദ്ധത്തിന് ഒരുമ്പിടുന്നതായിട്ടുള്ള കാര്യാലോചനകൾ നടന്നുകൊണ്ടിരിക്കെ വൃതഃ ഫൽഗുനേന ത്വം ഏകഃ, അങ്ങ് ഒരുവൻ മാത്രമായിട്ട് ഫൽഗുനനാൽ വരിക്കപ്പെട്ടിട്ട് തങ്ങളുടെ പക്ഷത്തേക്ക് ഭഗവാനെ മാത്രം മതി എന്ന് അർജുനൻ വരിച്ചു. അങ്ങനെ വരിക്കപ്പെട്ടപ്പോൾ കൗരവ്യേ ദത്തസൈന്യ, കൗരവ്യനായിട്ട് ദുര്യോധനായിട്ട് ദത്തസൈന്യ, സൈന്യങ്ങളെ മുഴുവൻ നൽകിയവനായി.
കരിപുരം അഗമഹ, കരിപുരത്തിലേക്ക്, ഹസ്തിനാപുരത്തിലേക്ക് അഗമഹ അങ്ങ് പോയി. എന്നിട്ട് തത്ര ദൗത്യകൃത് പാണ്ഡവാർത്ഥം, പാണ്ഡവന്മാർക്ക് വേണ്ടി ദൗത്യം വഹിച്ചുകൊണ്ട് അങ്ങ് ഹസ്തിനാപുരത്തേക്ക് പോയി. ഭീഷ്മദ്രോണാദി മാന്യേ, ഭീഷ്മൻ ദ്രോണൻ തുടങ്ങിയവരാ അവർക്കൊക്കെ മാന്യമായിട്ടുള്ള, അവർക്കൊക്കെ ബഹുമാനിക്കത്തക്കതായ, അവരൊക്കെ ബഹുമാനിച്ചു അതിനെ, അങ്ങനെയുള്ളതായിട്ടുള്ള തവ വചനേ, അങ്ങയുടെ വാക്ക് കൗരവ്യേണ ധികൃതേ, കൗരവ്യൻ അതിനെ നിരാകരിച്ചപ്പോൾ, തിരസ്കരിച്ചപ്പോൾ, ധികൃതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നല്ല എന്ന് പറഞ്ഞു, അതിനെ വില കൽപ്പിച്ചില്ല, നിസ്സാരമാക്കി എന്നർത്ഥം. കൗരവേണ ധികൃതേ വ്യാവൃണ്വൻ വിശ്വരൂപം, ആ വിശ്വരൂപം പ്രകാശിപ്പിച്ചുകൊണ്ട് മുനിസദസ്സി, ആ മുനിമാരെല്ലാം നിറഞ്ഞതായ സദസ്സിൽ ആ വിശ്വരൂപം കാണിച്ചുകൊണ്ട് പുരിയും ക്ഷോഭയിത്വ, പുരിയെ മുഴുവൻ ക്ഷോഭിപ്പിച്ചുകൊണ്ട് ആഗതഃ അഭൂഹു, തിരിച്ച് വന്നു എന്നാണ്. യുദ്ധോദ്യോഗേഥ മന്ത്രേ മിളതി സതി മൃത ഫൽഗുനേന ത്വമേക കൗരവ്യേ ദത്തസൈന്യ കരിപുരമഗമോ ദൗത്യകൃത് പാണ്ഡവാർത്ഥം ഭീഷ്മദ്രോണാദിമാന്യേ തവ ഖലു വചനേ ധികൃതേ കൗരവേണ വ്യാവൃണ്വൻ വിശ്വരൂപം മുനിസദസി പുരീം ക്ഷോഭയിത്വാഗതോ ഭൂ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. യുദ്ധത്തയ്യാറെടുപ്പിൽ വിജയനധവരിച്ചങ്ങേ സേനധാർത്തർ പാണ്ഡുപുത്രർക്കു വേണ്ടി കുരുനഗരമതിൽ ദൂതനായിപ്പോയി ഭവാനും. ഭീഷ്മദ്രോണാദിമാന്യർ തവ വചനമതെ കേട്ടില്ലധാർത്തർ കാണിച്ചു വിശ്വരൂപം മുനിസഹിത സഭയെ അങ്ങിളക്കിട്ടു പോന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.